ഹലോ, അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കുലാഷി ടോക്ക് വൺസ് അഗൈൻ. സോ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എഗ് കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ടച്ച് ഉള്ള, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള ഒരു എഗ് കറിയാണ്. ദിസ് ഈസ് കോൾഡ് മുഗലൈ എഗ് കറി ഓർ മലൈ എഗ് കറീസ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. മലൈ എഗ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 8 മുട്ട എടുത്തിട്ടുണ്ട്. ഞാനതിപ്പോൾ മുട്ട പുഴുകാൻ ഇട്ടു. സോ മുട്ട ഇപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം പുഴുകാനിടുക. മുട്ട പുഴുകുമ്പോൾ ഒരു നുള്ളു ഉപ്പ് അതിനകത്ത് ഇടുക. അപ്പോൾ മുട്ടയുടെ ഷെല്ല് നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. എഗ് പ്രോപ്പർലി ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് മതി. സോഫ്റ്റ് ബോയിൽ ആയിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 6 to 7 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ബോയിൽ ആയി കാണും. ഇതിന് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒരു 10 കാഷ്യൂ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ജിഞ്ചർ, 7 പീസ് ഓഫ് ഗാർലിക്, സോ 5 മീഡിയം സൈസ് ഒനിയൻ ആൻഡ് എൻ്റെ ലോങ് ഗ്രീൻ ചില്ലീസ് റൺ ഔട്ട് ചെയ്തു. സോ ഞാൻ വേറെ കുറച്ച് മുളകും കൂടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. സോ ഗ്രീൻ ചില്ലി, ഇതുപോലത്തെ ലോങ് ഗ്രീൻ ചില്ലി എടുക്കുന്നവർ ഒരു 10 to 12 ഗ്രീൻ ചില്ലീസും കൂടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് മേക്ക് ഇറ്റ് ആസ് എ തിൻ പേസ്റ്റ്. അപ്പൊ നമുക്കിനി ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. പാൻ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് ഗുഡ് 3 to 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഗീലും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ഓയിലാണ്. ഫ്യൂ ബേ ലീവ്സ്, ഫ്യൂ ക്ലോവ്സ് ആൻഡ് ഫ്യൂ കടമം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഒനിയന്റെ അരപ്പിടാം. ഇത് നമ്മുടെ മിക്സിയുടെ അരപ്പിടുവാണ്. വെള്ളമെല്ലാം വഴറ്റി നന്നായിട്ട് റോസ്റ്റഡ് ആവണം. സോ ഇതിന്റെ മുകളിലേക്ക് എണ്ണ തെളിഞ്ഞു കാണണം. അപ്പോൾ മനസ്സിലാവും ഇത് നന്നായിട്ട് റോസ്റ്റഡ് ആയത്. അതുവരെ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള മസാലക്കൂട്ട് റെഡി ആവാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒനിയൻ പേസ്റ്റ് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡിയാക്കണം. സോ 1 ടീസ്പൂൺ കുരുമുളക്, 3-4 പീസസ് ചുക്ക്, മല്ലി 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, വൈറ്റ് എള്ള് 1 ടീസ്പൂൺ, ജാതിപത്രയും അതുപോലെ തന്നെ ഒരു സ്മോൾ ജാതിയുടെ കായും എടുത്തിട്ടുണ്ട്. ഏലക്ക 7 or 8 നമ്പേഴ്സ്, അതുപോലെ തന്നെ കറിയാമ്പൂ 7 or 8 നമ്പേഴ്സ്. നമ്മൾ പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ മസാല എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നട്ട്മെഗ് ഞാനൊന്ന് ഇതിനകത്ത് ക്രഷ് ചെയ്തിട്ടു. സോ ഒന്ന് പതുക്കെ ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാവേ. സോ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 1-2 ഗ്രീൻ ചില്ലി ഒന്ന് സ്ലിറ്റ് ചെയ്തിടാം നമുക്ക് ഇതിനകത്ത്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ വൈറ്റ് ഓണിയൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ഈ റെഡ് ഓണിയൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറായിട്ട് വരും. പച്ചമണ എല്ലാം പതുക്കെ മാറി എണ്ണ പതുക്കെ തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പൊടിയിലിടാം. സോ നമുക്ക് ഈ മസാല പൊടി ഇതിനകത്ത് ആഡ് ചെയ്യാം. നല്ല മണമെല്ലാം വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഡ്രൈ കസൂരി മേത്തിയാണ് ഇടുന്നത്. സോ 2 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്തു. കസൂരി മേത്തി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് തന്നെ. ഇനി നമുക്ക് ഇതിനകത്തുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ. ഇൻഗ്രീഡിയന്റ് എല്ലാം ഇവിടെ ആഡ് ചെയ്തു. ഇനി വരുന്നത് 1 കപ്പ് തൈരാണ് ആഡ് ചെയ്യാനായിട്ട്. തൈര് എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത തൈരായിരിക്കണം, അല്ലെങ്കിൽ വളരെ പുളി കുറഞ്ഞ തൈരായിരിക്കണം. ചൂട് പതുക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം തൈര് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും തൈര് ആഡ് ചെയ്യുമ്പോൾ. 1 കപ്പ് തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ അരപ്പെല്ലാം ഇവിടെ റെഡിയായി. ഞാൻ തൈരിട്ടു. തൈരിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം രണ്ടാമത് ഓൺ ചെയ്യാം. ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് പല രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇത് റെഡ് കളറായിട്ട് വേണ്ടവർക്ക് പച്ചമുളകിന്റെ എണ്ണം കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. സോ റെഡ് കളർ കിട്ടും. പക്ഷേ റെഡ് കളർ വേണ്ടാത്തവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടർമറിക് പൗഡർ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു യെല്ലോ കളർ കിട്ടും.
ഇനി നമുക്ക് ചേർക്കേണ്ട വേറൊരു കാര്യമാണ് ഡബിൾ ക്രീം. ഡബിൾ ക്രീം ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് വരും കേട്ടോ. താഴ്ത്തി ഇത് 300 ml ഉണ്ട്. ഈ 300 ml നിന്ന് ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ജസ്റ്റ് ഒരു 200 ml. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പെല്ലാം ഒന്ന് പാകാണോ നോക്കാം. സോ നമ്മുടെ കറി ഇവിടെ റെഡി ആവുന്നു. നമ്മൾ ഡബിൾ ക്രീം ചേർത്തിട്ടുണ്ട്. ഡബിൾ ക്രീം ചേർത്തും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് തല വരുമ്പോൾ നിർത്തിക്കൊള്ളണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം, നിർത്തല്ല. ചെറിയ പിള്ളേർക്ക് ഇതുപോലെ എക്കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡബിൾ ക്രീം ഉണ്ട്, തൈരുണ്ട്, അവർക്ക് നല്ലതാണ് അതെല്ലാം. പിന്നെ നമ്മൾ അരച്ച് ചേർക്കുന്നോണ്ട് ഇതിനകത്ത് ഒനീനോ അങ്ങനെ ഒരു സാധനവും കടിക്കാൻ കിട്ടില്ല. മാത്രമല്ല അരച്ച് ചേർക്കുന്നുണ്ട് ഇതിന്റെ ഗുണങ്ങളെല്ലാം പിള്ളേരുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്തോളും. സോ ഇതൊന്ന് ട്രൈ ചെയ്യാം. സോ ഇതാ ഇവിടെ കുറേശ്ശെ തിള വന്നു, ഞാൻ ഇത് ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എഗ് ഇടാം. സോ ഇത് ഓഫാക്കി കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. സോ നമുക്ക് മുഗലൈ എഗ് കറിയും നാനും കൂടെ കഴിക്കാം. എല്ലാം ഇവിടെ റെഡിയായി. ഇത് ഒരു മുട്ട പോലും പൊട്ടിയിട്ടില്ല. സോ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അതിനുശേഷം നമ്മുടെ മുട്ട അതിനകത്തേക്ക് ഇടും. കറിയിലോട്ട് പോകുന്നതിന് മുമ്പ് മുട്ട അതിനകത്തിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബട്ടറിനകത്തിട്ടിട്ട്. 10 ഇതിൽ കൊറിയാണ്ടർ ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് കറിയിലോട്ടിടാം. മുട്ടപ്പൊട്ടന്മാരെല്ലാം നമ്മുടെ കറിയിലേക്ക് ചാടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് പതുക്കെ പകർത്താതെ നമ്മുടെ മുഗളെ എഗ് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരെ എല്ലാവരും ട്രൈ ചെയ്ത് കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് ബൈ ഫ്രം ക്ലാഷ്.